ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. പഴംപൊരി എല്ലാവർക്കും അറിയാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നതാണെന്ന് നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഏത് അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം, വറുത്തതോ വറുക്കാത്തതോ അരിപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു 1/4 കപ്പ് പഞ്ചസാര. ഇത് പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ 1/4 കപ്പ് ഫുൾ തന്നെ എടുത്തിട്ടില്ല. പിന്നെ ഒരു കളറിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഒരു കൂട്ട് അതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇഡ്ലി മാവാണ്. അത് ഞാൻ ഒരു തവി ഒഴിച്ചിട്ടുണ്ട്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കട്ടിയുള്ളൊരു ബാറ്റർ, പഴം അതിൽ കോട്ട് ചെയ്ത് നിൽക്കുന്ന പാകമുള്ള പഴത്തിന് കോട്ട് ചെയ്ത് നിൽക്കാൻ പാകത്തിനുള്ളൊരു മാവാണ്, ബാറ്ററാണ് വേണ്ടത്. അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പഴം പിന്നെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര സമയമുണ്ടോ, ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നന്നായി പൊങ്ങി കിട്ടും. അപ്പോൾ പഴംപൊരി നന്നായി മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി പഴംപൊരി എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായി 2 സൈഡും മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ 2 സൈഡും നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. പഴംപൊരി നല്ല പൊള്ളച്ചിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. അത് പിന്നെ നല്ല ക്രിസ്പിനെസ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്രിസ്പിനെസ് വേണ്ടെങ്കിൽ അരിപ്പൊടിയുടെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ ഇതാ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.